സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വരുമാനമുള്ള സംസ്ഥാനമായിരുന്നു ബംഗാൾ. ഇപ്പോൾ അത് കേരളമാണ്. എന്തുപറ്റി ഇതിൻ്റെ ഇടയ്ക്ക് ഉള്ള കാലഘട്ടത്തിൽ? എന്തായിരുന്നു വ്യത്യാസം? അവിടെയാണ് നമ്മുടെ ക്രൈസ്തവ സാന്നിധ്യം നമ്മൾ അറിയേണ്ടത്. പക്ഷേ അതെല്ലാം യാഥാർത്ഥ്യമായിട്ട് നിൽക്കുമ്പോഴും നമ്മളെക്കുറിച്ച് നല്ല വാർത്തകൾ കേൾക്കുന്നില്ല. നമ്മുടെ ഒരു സങ്കടമാണത്. നമ്മുടെ ഒത്തിരി അച്ഛന്മാരും ഒത്തിരി സിസ്റ്റേഴ്സും ആർക്കും ചെയ്യാൻ പറ്റാത്ത കാരുണ്യ പ്രവർത്തനങ്ങളും നന്മ പ്രവർത്തനങ്ങളും സമർപ്പണത്തിൻ്റെ സാക്ഷ്യവുമെല്ലാം നൽകുന്നുണ്ടെങ്കിലും വാർത്തകളാകുന്നില്ല. ഞങ്ങൾക്ക് ഏറ്റവും സങ്കടം വന്നത് കഴിഞ്ഞ വർഷത്തെ പ്രളയം വലിയ പ്രളയമായിരുന്നു. നിങ്ങൾക്കും എല്ലാ പ്രളയത്തിൻ്റെ ദുരിതങ്ങളുണ്ടായി എന്ന് എനിക്കറിയാം. അത് ഓഗസ്റ്റ് മാസത്തിലാണ്. ചങ്ങനാശ്ശേരി കുട്ടനാട്ടിൽ 3 പ്രളയം ഉണ്ടായി. ജൂണിൽ വലിയൊരു പ്രളയം ഉണ്ടായി. അത് പക്ഷേ ഞങ്ങളുടെ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിലായിപ്പോയി. നാട്ടുകാർ പറഞ്ഞു ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രളയമാണത്. ജൂലൈ ആയപ്പോൾ കുട്ടനാട് മുഴുവൻ മുങ്ങിപ്പോയി. അപ്പോൾ ഇരിഞ്ഞാലക്കുട രൂപതയിൽ നിന്ന് ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ രൂപതകളും ഞങ്ങൾക്ക് സഹായഹസ്തവുമായിട്ട് വന്നു. അങ്ങനെ സഭ മാത്രമേ ഉള്ളൂ അന്ന് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഗവൺമെന്റ് പോലും അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ആ സാഹചര്യത്തിലും നമ്മുടെ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് കന്യാസ്ത്രീയും മെത്രാനും ഒക്കെയായിരുന്നു. അവർക്ക് ഈ ജനത്തിൻ്റെ ദുരിതമോ അവരെ സഹായിക്കാനായിട്ടുള്ള പരിശ്രമങ്ങളോ ഒന്നും വാർത്തകളല്ല. എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമാണ്. അതിന് നമ്മൾ ശാസ്ത്രീയമായിട്ട് മറുപടി കണ്ടെത്തണം. അവിടെയാണ് പ്രിയപ്പെട്ട അധ്യാപകരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ സഭയെക്കുറിച്ച് ലജ്ജിക്കത്തക്ക രീതിയിലുള്ള വാർത്തകൾ മാത്രം തന്ന് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് സഭയെക്കുറിച്ച് അഭിമാനം തോന്നാത്ത സാഹചര്യം ഉണ്ടാക്കി വയ്ക്കുക. നല്ല വാർത്തകളൊന്നും വരികയില്ല. ഏതെങ്കിലും ഒരു അച്ഛനോ കന്യാസ്ത്രീയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അത് വാർത്തയായി. അവസാനം നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ ഇത് കേട്ട് മടുത്തിട്ട് അവർ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറയാനായിട്ട് അറയ്ക്കും. ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക വളരെ ശാസ്ത്രീയമായ നീക്കമാണ് സഭയുടെ കൂട്ടായ്മയെ നശിപ്പിക്കുവാൻ. കാരണം സഭ ശക്തമായിട്ട് നിന്നാൽ ഏറ്റവും ക്ഷീണം സാത്താനും അവൻ്റെ രാജ്യങ്ങൾക്കുമാണ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ദൈവവിളി വർഷമായിട്ട് ആചരിക്കുന്നു. ദൈവവിളി എന്നും ഈ അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും കുറിച്ച് ചീത്ത മാത്രം കേൾക്കുന്ന നമ്മുടെയൊക്കെ ശരാശരി കുടുംബത്തിലെ ഒരു മിടുക്കനായ ആൺകുട്ടി അവൻ വൈദികനാകാൻ പോവോ? നമ്മുടെ കന്യാസ്ത്രീകള് അവര് ചെയ്യുന്ന ശുശ്രൂഷ അത് നമുക്കൊന്നുകിൽ അറിയത്തില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നു. ഒരു കന്യാസ്ത്രീയുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും മേടിച്ച് കുടിക്കാതെ ഈ നാട്ടിലെ നാനാജാതി മതസ്ഥരായ ഒരുത്തനും മരിച്ചു പോകുകയില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അത്രമാത്രം വ്യാപകമാണ് അവരുടെ പ്രവർത്തനങ്ങൾ. എന്നിട്ടും അവരെക്കുറിച്ച് ഈ വേണ്ടാദിനം മാത്രം പറഞ്ഞ് നമ്മുടെയൊക്കെ പെൺകുട്ടികൾക്ക് കന്യാസ്ത്രീയാകാനായിട്ട് തോന്നത്തില്ല. അതാണ് അവരുടെ ലക്ഷ്യം. വൈദികരില്ലാതായാൽ, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വൈദികർ ഇന്ത്യയിൽ. നമ്മുടെ വൈദികരാണ് ഇന്ന് ലോകമെമ്പാടും പോയി ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. നമ്മുടെ ദൈവവിളിയുടെ പ്രഭവ സ്ഥാനത്ത് തന്നെ പ്രശ്നങ്ങളായി വൈദികരില്ലാതായാൽ ഒത്തിരി ഇടങ്ങളിൽ കുർബാനയില്ലാതാവും. കുർബാനയില്ലാതായാൽ സഭയില്ലാതാവും. ഇതൊക്കെയാണ് വളരെ ശാസ്ത്രീയമായ അവരുടെ നീക്കങ്ങൾ. കന്യാസ്ത്രീകളില്ലാതായാൽ എന്താ കുഴപ്പം? ഞാൻ പറയും, നമ്മളൊക്കെ ഏറ്റവും സന്തോഷത്തോടെ വേദപാഠം പഠിച്ചത് കുർബാനയ്ക്കുള്ള പാടിന നേരത്താണ്. അന്നാണ് ഈ കന്യാസ്ത്രീ അമ്മമാരാണ് നമ്മളെ മിക്കവാറും ഒക്കെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ അൽമായ സഹോദരങ്ങളും ഒക്കെ കൂടി, കാരണം അവരുടെ എണ്ണം കുറഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ അത് അവരുടെ മാത്രം കുത്തകയാണ്. അവരാണ് പഠിപ്പിക്കുന്നത്. പള്ളിയിൽ പോയാൽ എങ്ങനെ പെരുമാറണം, അതുപോലെ അച്ഛന്മാരോട് എങ്ങനെ പെരുമാറണം, സിസ്റ്റേഴ്സിനോട് എങ്ങനെ പെരുമാറണം, പള്ളിയിൽ എങ്ങനെ ആദരവോടുകൂടി നിൽക്കണം, നമസ്കാരം എങ്ങനെ ചൊല്ലണം, ഭക്തി എങ്ങനെ കാണിക്കണം, ഇതെല്ലാം നമ്മുടെ അമ്മമാരെ നമ്മളെ പഠിപ്പിക്കുന്നത്. അവരില്ലാണ്ടാകുമ്പം ആ ഒരു മേഖലയിലും വെള്ളം ചേർന്ന് പൊക്കോളും. അങ്ങനെയാകുമ്പോൾ വിശ്വാസ സമൂഹം തന്നെ ഇല്ലാതായിക്കോളും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അജണ്ടയാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിശ്വാസം പരിശീലകർക്ക് ഈ കാലഘട്ടത്തിൽ വെല്ലുവിളി കൂടുകയാണ്. എന്താണെന്നറിയാമോ? സഭയെക്കുറിച്ച് അഭിമാനിക്കാൻ നമ്മൾ പഠിപ്പിക്കണം. സഭയെക്കുറിച്ച് നല്ല വാർത്തകൾ ഉണ്ടാകുമ്പോൾ അത് കുഞ്ഞുങ്ങളോട് പറയണം. നമ്മുടെ സഭയിൽ നമുക്കറിയാവുന്ന നന്മകൾ ഒത്തിരി ഉണ്ടല്ലോ. അത് നമുക്ക്
പഠിപ്പിക്കാനായിട്ട് സാധിക്കണം. പലപ്പോഴും എനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, നമ്മുടെ കത്തോലിക്ക സമൂഹം ഒത്തിരി വിമർശിക്കുന്ന ഒരു സമൂഹമാണ്. നന്മകൾ കണ്ടാൽ പറയുകയില്ലെങ്കിലും എന്തെങ്കിലും കുറവ് കണ്ടു കഴിഞ്ഞാൽ വളരെ ക്രൂരമായിട്ട് വിമർശിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുകയാണ്. വേറെ ഏതെങ്കിലും ഒരു സമുദായത്തിൽ ഇത്രയും ക്രൂരമായ വിമർശനം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ അതിരൂപതയിൽ ഏതാണ്ട് 1600 എയ്ഡഡ് സ്കൂൾ അധ്യാപകരുണ്ട്. ഞങ്ങൾക്ക് വലിയ 2 ഓട്ടോണമസ് കോളേജുകളുണ്ട്. ഏതാണ്ട് 200 അധ്യാപകരുണ്ട്. അവരുടെ കയ്യിൽ നിന്നൊക്കെ അപ്പോയിൻമെൻറ്റിൻ്റെ സമയത്ത് ലക്ഷക്കണക്കിന് രൂപ കിട്ടും. അത് ഇപ്പോഴും കിട്ടും, മേടിക്കാനൊന്ന് തയ്യാറായാൽ മതി. പക്ഷേ വർഷങ്ങളായി ഒരു പൈസ പോലും അപ്പോയിൻമെൻറ്റിനോ അഡ്മിഷനോ വാങ്ങുകയില്ല എന്ന് നിർബന്ധം പിടിച്ച് അഡ്മിഷൻ കൊടുക്കുന്നവരും അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നവരുമാണ് ഞങ്ങളുടെ അതിരൂപത. എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എന്നാണെന്നറിയോ? സഭയ്ക്കൊരാവശ്യം വന്നാൽ ഈ അധ്യാപകരാരും സഭയ്ക്ക് വേണ്ടി ഒരു വാക്ക് നല്ലത് പറയില്ല. അതെന്നെ അത്ഭുതപ്പെടുത്തുക. സഭയ്ക്കൊരാവശ്യമാണ്, അതായത് ഞങ്ങളുടെ സഭ ഇങ്ങനെ അല്ല കേട്ടോ, ഞങ്ങളുടെ സഭ ഇങ്ങനെ അല്ല എന്ന് ഒരു വാക്ക് നമ്മൾ പറയില്ല. അത് കേൾക്കുമ്പോൾ കാണുമ്പോൾ ഒരു സങ്കടം. അപ്പം പിന്നെ ചിന്തിക്കുക, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നന്മ ചെയ്താൽ പോലും നമ്മുടെ സമൂഹത്തിന്റെ നന്മകൾ പോലും പറയാൻ നമ്മൾ ലജ്ജിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് സമൂഹത്തിലുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന്റെ കെട്ടുറപ്പ് തന്നെ ഇല്ലാതാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലൊക്കെ സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ട് ഈ കാലഘട്ടത്തെക്കുറിച്ച്. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ച് അതിൻ്റെ പിന്നിലെ അജണ്ട എന്താണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും, നമ്മുടെ സഭയെക്കുറിച്ച് നല്ലത് ഉള്ള നന്മ പറഞ്ഞാൽ മതി, ഇല്ലാത്ത നന്മ ഒന്നും നമ്മൾ പറയണ്ട. ഉള്ള നന്മ പറഞ്ഞാൽ തന്നെ എന്തേരം ഉണ്ട് നമുക്ക് പറയാനായിട്ട്. അതുകൊണ്ട് ആ ഒരു ദൗത്യം നമ്മുടെ മതാധ്യാപകർ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റെടുക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്.